ഷലോം സഹോദരങ്ങളെ, ഷബാത്ത് ഷലോം. ഇന്ന് ശബത്താണ്. നമുക്കറിയാലേ, വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ നമ്മൾ ശബത്ത് ആചരിക്കുന്നവരാണ്. പക്ഷേ നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, അതായത് നമ്മൾ മനസ്സിലാക്കിയ ഈ മർമ്മങ്ങളും ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിത് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ ഓരോ കാര്യങ്ങൾ ബൈബിളിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇത് മറ്റുള്ളവർ വിശ്വസിക്കുമെന്ന് കരുതിയിട്ട് ഓടിപ്പോയി അത് ഭയങ്കര അത്ഭുതാവഹമായിട്ടും സന്തോഷകരമായിട്ടും അവരോടത് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നുണ്ട്, ഓക്കെ, പക്ഷെ എന്തോ അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞു, പിന്നെ അവരവരുടെ വഴിക്ക് തന്നെ. അപ്പം ഞാൻ ചിന്തിക്കാണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താ ദൈവമേ ഇവർക്ക് മനസ്സിലാവാത്തേ, ഞങ്ങൾക്കൊക്കെ ഇത് മനസ്സിലായല്ലോ എന്ന്. അപ്പം ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും ഈ ശബത്ത് ആചരിക്കുന്ന നമ്മളിൽ ഏറെ പേരും. എന്നാൽ അതിനൊരു കാരണമുണ്ട്, അതിൽ ഒരു രഹസ്യമുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ രണ്ടാമത്തെ മകളുടെ ഒരു കാര്യം. അവൾ ജനിച്ചപ്പോൾ ഒരു അമ്മാറ് പോലെയായിരുന്നു. അപ്പോൾ ആ ആപത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചത് ഞാനൊരു സാക്ഷ്യം പറഞ്ഞു. അത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവൾ ജനിച്ചപ്പോൾ അവളുടെ ഹാർട്ടിൽ ഹോൾ ഉണ്ടായിരുന്നു. പിന്നെ ഹൈഡ്രോസെഫാലസ് എന്ന് പറയും, തലയിൽ വെള്ളം കെട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയതായിട്ടൊരു എമ്മാറ് പോലെയായിരുന്നു. പിന്നെ മൈൽ സ്റ്റോൺസുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം തന്നെ തലയുറയ്ക്കും, ചിരിക്കും, കമിഴ്ന്നു പോകും, ഇരിക്കും, നിൽക്കും, നടക്കും, അല്ലേ? അങ്ങനെയാണ്. പക്ഷെ എൻ്റെ മകള് ഇതൊന്നും ചെയ്തിട്ടില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ തലയുറയ്ക്കാണ്ടായപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയതും കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയതും. അപ്പോൾ ഓപ്പറേഷൻ വേണം, തലയിൽ നിന്നൊരു സ്റ്റെൻഡ് ഇടണം എന്നൊക്കെ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ വന്നപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ പറഞ്ഞിട്ട് ഒരു പള്ളിയിൽ പോയി, ഒരു പ്രധാന പള്ളിയിൽ പോയി. പള്ളിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അവൾ പതിയെ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടായിരുന്നു. നടന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് സപ്പോർട്ടൊക്കെ ചെയ്താൽ ഒരു നടക്കാവുന്ന ഒരു സ്റ്റേജ്, പതുക്കെ നമ്മൾ രണ്ട് കൈമേം പിടിച്ച് ഒറ്റടി വയ്ക്കുന്ന ആ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ ആ പള്ളിയിൽ പോയിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ എനിക്ക് ഒരനുഭവം ഉണ്ടായി. അവൾ എഴുന്നേറ്റ് ഓടി. അപ്പോൾ അത് ഞാൻ കണ്ടു. അത് ഞാൻ അപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. പിന്നീട് വീട്ടിലേക്ക് വന്ന് നമ്മളൊരു വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ എല്ലാവരും കൂടെ നിനക്ക് ഇത്രയും വലിയ അനുഗ്രഹം കിട്ടിയതല്ലേ, അപ്പോൾ നീ സാക്ഷ്യം പറയണം, അവിടെ തന്നെ പോയി പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ പോയിട്ട് ഈ സാക്ഷ്യം പറഞ്ഞു. പക്ഷെ ഞാൻ സാക്ഷ്യം, ഇത് പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, സാക്ഷ്യം പറഞ്ഞ ആ ഒരു വ്യൂയിലൂടെയല്ല ആ പുരോഹിതൻ അത് അവിടെ അവതരിപ്പിച്ചത്. അതായത് ആ പള്ളിക്ക്, ആ സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ എന്താ പറയുക, ഓസ്തി ഉയർത്തിയപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ഓസ്തിക്ക് ഒരു ഫേമസ് ആക്കിക്കൊണ്ടും ഒക്കെ ആയിരുന്നു ആ ഒരു പ്രസംഗം. ആ പ്രസംഗം കൂടി ആയപ്പോൾ മാത്രമല്ല, അത് നമ്മുടെ TV വന്നു, അതുപോലെ പത്രത്തിൽ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൂടി ആയപ്പോൾ ഫേമസ് ആയി. അപ്പോൾ എന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പല സ്ഥലത്തും എത്തുമ്പോൾ അവരൊക്കെ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിലൂടെ പോയത് കൊണ്ട് ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ കുറച്ച് സത്യങ്ങളും കൂടെ ഞാൻ അറിഞ്ഞപ്പോൾ അതും ഞാൻ വിളിച്ച് പറയുമ്പോൾ ലോകം വിശ്വസിക്കുമെന്ന്. പിന്നീട് അന്ന് ആ സംഭവം കഴിഞ്ഞ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പനി വന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, കുട്ടി സീരിയസ് ആയി, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു അന്ന് എന്നെ വിശ്വസിച്ച ഈ ലോകരെല്ലാവരും ഞാൻ പിന്നീട് ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ, യഥാർത്ഥ ഇസ്രായേലിൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ഈ മർമ്മങ്ങൾ ഓരോന്നും കണ്ടുപിടിച്ച് പറയുമ്പോൾ അവർ വിശ്വസിക്കും എന്നാണ് ഞാൻ കരുതിയത്.
അപ്പോൾ ആ ഒരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഞാൻ ഓരോ സത്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. ഞാൻ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് തോന്നി എങ്കിലും അവരെല്ലാം അത് പുച്ഛിച്ച് തള്ളി. മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നെ ഒരു നിരീശ്വരവാദിയും കൂടി ആക്കി. അതായത് ഇപ്പോഴും പറയും ചിലവരൊക്കെ, നിന്റെ ജീവിതത്തിൽ എന്തോരം ദൈവം പ്രവർത്തിച്ചതാ, നിനക്ക് എത്രത്തോളം സൗഖ്യം തന്നതാ, എന്നിട്ട് നീ ഇങ്ങനെ ആയിപ്പോയല്ലോ, വഴിതെറ്റിപ്പോയല്ലോ, പള്ളിയിൽ പോണില്ല, കൂദാശകളില്ല, നീ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഇപ്പോഴും ഒരു നിരീശ്വരവാദിയുടെ മുദ്രയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഞാനത് തിരുത്താനൊന്നും പോയിട്ടില്ല. കാരണം എനിക്കത് പ്രശ്നമല്ല. എൻ്റെ ആത്മീയത പരിശോധിക്കുന്നത് എൻ്റെ അപ്പനായ ദൈവമാണ്, അല്ലാതെ മനുഷ്യരല്ല. മനുഷ്യരെന്ത് പറയുമെന്ന ചിന്തയും എനിക്കില്ല, മുൻപുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ മർമ്മങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? ഞാനിപ്പോൾ വാദിച്ചു നിൽക്കലും അവരെ വിശ്വസിപ്പിക്കാൻ നോക്കലും ഒക്കെ നിർത്തി. ആഗ്രഹിച്ചു വരുന്ന ചിലർക്ക് മാത്രം വിലപ്പെട്ട മുത്തുകൾ നമ്മൾ കൊടുക്കും. ചിലർ ചോദിക്കും, നിങ്ങളുടെ സഭയിൽ ഞങ്ങൾക്ക് ചേരാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് സഭയാണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് സഭയൊന്നുമില്ല. പരസ്പരം ഫോൺ നമ്പറുകൾ പോലും ഞങ്ങൾക്ക് പലരും അറിയില്ല. ഞങ്ങൾ ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കുന്നു, എവിടെയൊക്കെയാണ് എന്ന് പോലും അറിയത്തില്ല. പിന്നെ ഇതിലേക്ക് ഒന്നും അങ്ങനെ ചേർക്കാനും ഒരാളെ ചേർക്കാനും ഒന്നും മനുഷ്യനായി നമുക്ക് പറ്റില്ല. അത് ദൈവത്തിനെ സാധിക്കും. അപ്പം ഇങ്ങനെ പറയുമ്പോൾ അവരൊക്കെ അത്ഭുതപ്പെട്ട് പോവാറുമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ അവരുടെ വഴിക്ക് പോകാറുണ്ട്. പക്ഷേ ഈ മർമ്മങ്ങളെ മനസ്സിലാക്കാനായിട്ട്, അവർക്കത് മനസ്സിലാക്കിക്കാനായിട്ട് ദൈവം വിചാരിക്കണം എന്നാണ് സത്യം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയവും അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായ ഈ മർമ്മം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത്? അപ്പം അതിനുള്ള കാരണം അതെന്താ? നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി അതും നിങ്ങൾ അറിയണം. അതുവഴി ദൈവം നിങ്ങളെ എത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്നും ദൈവത്തിൻ്റെ കാരുണ്യം എത്രത്തോളം ഉണ്ട് എന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളോട് എന്നും പറയാറുള്ള ഒരു കാര്യമുണ്ട് അല്ലേ, അതായത് നമ്മുടെ ആത്മാവ് മുൻപേ ഉണ്ടായിരുന്നു, ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നു. ആ ആത്മാവിന് ഒരു ശരീരം ലഭിക്കുകയാണ് ഈ ഭൂമിയിൽ ഉണ്ടായത് അല്ലേ. പക്ഷേ ഈ മർമ്മങ്ങൾ കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മുടെ ആത്മാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആത്മാവിനെ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഭൂമിയിലേക്ക് നമ്മളെ വിട്ടത്. അതുകൊണ്ടാണ് ഇത് വീണ്ടും നമ്മൾ ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ശിക്ഷണം മുൻപ് കിട്ടാത്തവർക്കാണ് ഇത് എത്ര കേട്ടാലും മനസ്സിലാകാത്തതും. കാരണം എന്താ? അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല എന്ന് ചുരുക്കം. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല കേട്ടോ, ഞങ്ങളെ പുകഴ്ത്തി പറഞ്ഞതും അല്ല. ഇതൊക്കെ ബൈബിളിലുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവുകളായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മുടെ ആത്മാവ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നതിന് തെളിവ് എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. അതിങ്ങനെയാണ്: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് അവിടെ പൗലോസ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോശുവ മെശിഹ മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ സ്നേഹത്തിൽ കൃപയിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. എന്നിട്ട് നമുക്കിത് എങ്ങനെ കിട്ടി? അതായത് അതിരറ്റ സ്നേഹവും കാരുണ്യവും നമുക്ക് കിട്ടിയിരിക്കുന്നത് ജ്ഞാനവും വിവേകവുമായിട്ടാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാചകം നിങ്ങളിതൊന്ന് പോയി എടുത്ത് വായിക്കി. എന്നിട്ട് തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവിടുന്ന് നമ്മെ അറിയിച്ചു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളിത് മനസ്സിരുത്തി വായിക്കി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ആത്മാക്കൾ ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നു എന്നും
നമ്മെ മുന്നമേ നിയമിച്ചത് കൊണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പൊ മുന്നേ നമ്മളെ നിയമിച്ചത് കൊണ്ടുമാണ് ഈ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനവും വിവേകവും നമുക്ക് തന്നതുകൊണ്ടുമാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും നിരവധി ഉദാഹരണങ്ങൾ ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്. എഫേസോസ് 1:17 തുടങ്ങി 19 വരെ വായിക്കാം. അപ്പോൾ അവിടെ പൗലോസ്ലീഹായുടെ പ്രാർത്ഥനയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും അങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചേക്കണേ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അതായത് നമ്മൾക്ക് നമ്മെക്കുറിച്ച് സ്വയം ഒരു പരിജ്ഞാനമുണ്ട്. പക്ഷേ ആ പരിജ്ഞാനം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ദൈവാത്മാവിൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പൗലോസ്ലീഹ നമ്മെക്കുറിച്ച് നമ്മുടെ പരിജ്ഞാനം വെളിപാടിൻ്റെ ആത്മാവിനെ നമുക്ക് തരേണ്ടതിനും മനസ്സിലാക്കേണ്ടതിനും അതിന് സഹായമാവണമേ എന്നാണ് പൗലോസ്ലീഹയുടെ പ്രാർത്ഥന അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ് ആ പരിജ്ഞാനം? നമ്മെക്കുറിച്ച് നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള പരിജ്ഞാനം എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ പരിജ്ഞാനം കിടക്കുന്നത് യോഹന്നാൻ 6:45 ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എന്നിട്ട് യേശുവ പറയുകയാണ്, പിതാവിനോട് കേട്ടു പഠിച്ചവൻ എല്ലാം എൻ്റെ അടുക്കൽ വരും. കേട്ടാ? അപ്പം അവിടെ കേട്ടില്ലേ? അതായത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ആത്മാവ് മുൻപ് പിതാവിൽ നിന്ന് എന്തൊക്കെയോ കേട്ട് പഠിച്ചിട്ടുണ്ട്, മർമ്മങ്ങൾ കേട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിന്ന് അത് മനസ്സിലാകുന്നത് എന്ന്. ഈ ഒരു വാചകം യേശുവ പറയാനായിട്ട് അതിൽ മുൻപൊരു സാഹചര്യം കൂടി അവിടെ ഉണ്ട്. ആ 6-ാമത്തെയും യോഹന്നാൻ്റെ 6-ാമത്തെയും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് യേശുവ പറയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവന്റെ അപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ പിറുപിറുത്തു. ഇവൻ യോസഫിൻ്റെ മകനായ യേശുവ അല്ലയോ? അവൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ചിന്ത യേശുവ അറിഞ്ഞിട്ട് യേശുവ പറയാണ്, നിങ്ങൾ പിറുപിറുക്കണ്ട, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കില്ല എന്ന്. അതൊരു ആൻസർ യേശുവ പറയണതാ. അതായത് ദൈവത്തിൽ നിന്ന് മുൻപ് കേട്ട് പഠിച്ചവർക്കല്ലാതെ ആർക്കും ഇതൊന്നും ഗ്രഹിക്കാൻ സാധിക്കില്ല എന്ന് ചുരുക്കം. വ്യക്തമായിട്ട് യേശു അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാവാത്തത്. പക്ഷേ ഇവിടെ ഒരു തമാശയും കൂടെ കിടപ്പുണ്ട്. അതായത് അന്നത്തെ യഹൂദന്മാര് ഇന്നത്തെ ക്രിസ്ത്യാനിയേക്കാളും കുറച്ച് ബുദ്ധിയുള്ളവരായിരുന്നു. അതെങ്ങനെ മനസ്സിലാക്കാന്നറിയോ? അതായത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം എന്ന് യേശുവ പറഞ്ഞപ്പോൾ അവർ ചിന്തിച്ചത് ഇവൻ സ്വർഗത്തിൽ നിന്ന് വന്നതൊന്നല്ലല്ലോ, പ്രവാചകനോ ദൈവത്തിൻ്റെ ആളൊന്നല്ലല്ലോ എന്നാണ് അവർ ചിന്തിച്ചത്. ദൈവം തന്നെയാണ് വന്നതെന്ന് അവർക്ക് അറിയാതെ പോയി. കാരണം ദൈവം അവരെ ആ സമയത്ത് കുരുടാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പക്ഷേ അങ്ങനെ കുരുടാക്കി വെച്ചിട്ട് ആ രക്ഷ എടുത്ത് കൊടുത്ത ക്രിസ്ത്യാനി എന്താക്കി? ആ ജീവന്റെ അപ്പം എന്നുള്ളത് ഓസ്തിയാക്കി. ഒരപ്പം ഉണ്ടാക്കി, ഓസ്തി ഉണ്ടാക്കി, അത് ദൈവമാണെന്ന് പറയുന്നു. ആ ഓസ്തിയുടെ മുൻപിൽ അല്ലെങ്കിൽ ആ അപ്പത്തിൻ്റെ മുൻപിൽ തല കുമ്പിടുന്നു. എന്നിട്ട് അതെടുത്ത് തിന്നുന്നു. കാരണം ജീവന്റെ അപ്പം നിങ്ങളോട് ഭക്ഷിക്കാനാണല്ലോ പറഞ്ഞത്. അപ്പം അപ്പം എടുത്ത് തിന്നു കഴിഞ്ഞ് അത് വിസർജ്യമായിട്ട് പോകുന്ന ആ ഒരു വസ്തുവിനെ ആവാഹിച്ച് ദൈവം എൻ്റെ ഉള്ളിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ടത്തരം. ഒന്ന് ഓർത്തു നോക്കി. ഇന്നിപ്പോൾ അതാണ് നടക്കുന്നത്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല എന്നും കൂടെ പറഞ്ഞിട്ട് ഒരപ്പത്തിനെ ഉണ്ടാക്കിയിട്ട് അത് ഭക്ഷിച്ചിട്ട് മരിക്കയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ജനം. ഒന്ന് ഓർത്തു നോക്കി. യേശു ഒരു സിംബോളിക്കായിട്ടാണ് ആ ഒരു ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞത് അല്ലേ? അതായത് ആ അപ്പം തിന്നാൽ മരിക്കില്ല, എന്നും ജീവൻ ഉണ്ടാകും എന്ന് പറഞ്ഞ അർത്ഥം തിന്നാ ദൈവത്തില് വിശ്വസിക്കുന്നവൻ എന്നും ജീവിക്കും, പുനരുത്ഥാനം അവന് കിട്ടും.
മനസ്സിലായോ? നിത്യരാജ്യത്തിലേക്ക് അവൻ പ്രവേശിക്കുമെന്നാണ് ദൈവം അവിടെ അർത്ഥമാക്കിയത്. പക്ഷെ ഇത് മനസ്സിലാകാണ്ട് ക്രിസ്ത്യാനി എന്താ ചെയ്യുന്നേ? അപ്പത്തെ എടുത്ത് വണങ്ങി അത് തിന്നുന്നു, പക്ഷെ മരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്നിട്ട് എന്താണ്? ആത്മാവിൽ ജനിക്കുമെന്ന് അവര് വിശ്വസിക്കുന്നു. പകുതി സിംബോളിക്കും പകുതി റിയലായിട്ടും. അപ്പം റിയലായിട്ട് എടുത്ത് അവർ ജീവന്റെ അപ്പം എന്ന് വിചാരിച്ച് അതിനെ വണങ്ങി അത് ഭക്ഷിക്കുന്നു അല്ലേ? പിന്നെ എന്നിട്ട് അവര് സിംബോളിക്കായിട്ട് സ്വർഗം പുലുകുമെന്ന് പ്രത്യാശിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒരു സാത്താന്റെ കളിയാണ്. സൂര്യദേവന് ആരാധന കൊടുത്ത് അതിൽ കയറിയിരുന്ന് സാത്താൻ ഇതെല്ലാം കണ്ട് സുഖിച്ച് പുളച്ച് അങ്ങനെ പോണു അല്ലേ? പക്ഷെ ഇതൊന്നും എൻ്റെ വിഷയമല്ല ഇന്നത്തെ. ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു സാഹചര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ യോഹന്നാൻ 6:46 അവിടെ എഴുതിയേക്കാണ്, പിതാവിനോട് കേട്ടുപഠിച്ചവനെല്ലാം എൻ്റെ അടുക്കൽ വരും. പിതാവിനെ അവിടെ എഴുതിയിട്ടുണ്ട്, പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പൊ നമ്മൾ മുൻപ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അവിടെ എഴുതിയേക്കാണ്, പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിന്റെ അർത്ഥം. എന്താണ്? ദൈവത്തിന്റെ മക്കൾ പിതാവിനോട് എന്തോ കേട്ട് പഠിച്ചിട്ടുണ്ട്. അവിടെ എഴുതിയേക്ക് കണ്ടു പഠിച്ചതല്ല എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുൻപേ ദൈവത്തിന്റെ അറിവില് നമ്മൾ ഉണ്ടായിരുന്നു. അന്ന് ദൈവം നമ്മെ കുറെ മർമ്മങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ശരീരത്തിൽ ഇത് കേൾക്കുമ്പോൾ അന്ന് പഠിച്ചത് നമുക്ക് ഓർമ്മ വരികയാണ് ചെയ്യുന്നത്. ഈ മർമ്മങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നാം ഭ്രൂണമായതും അമ്മയുടെ ഉദരത്തിൽ വന്ന് പിറന്നതും. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, നിന്നെ നിന്റെ അമ്മ ഉദരത്തിൽ വഹിക്കുന്നതിന് മുൻപേ ഞാൻ അറിഞ്ഞിരുന്നു എന്ന് കർത്താവ് പറഞ്ഞത്. എന്തുകൊണ്ടാ? നിന്നെ മുൻപേ എനിക്ക് അറിയാമായിരുന്നു. ഈ അറിവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ അംശമാണ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പം ഇത് മനസ്സിലാകണമെങ്കിൽ ഈ ലോകത്തിൽ നിസ്സാരന്മാർക്ക് മനസ്സിലാകില്ല. യേശുവ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് വേറെ ഒരിടത്ത്. ഇത് അങ്ങനെ എല്ലാവർക്കും ആൾക്കാർക്കൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്ന്. അതെവിടെയെന്ന് വെച്ചാൽ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, മത്തായി 13:11 ശിഷ്യന്മാർ ചോദിക്കുകയാണ് യേശുവായുടെ അടുത്ത്, എന്തുകൊണ്ടാണ് അങ്ങ് ഉപമകളിലൂടെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെയല്ലല്ലോ, മറ്റുള്ളവരോട് പറയുമ്പോൾ ഉപമകളിലൂടെയാണല്ലോ പഠിപ്പിക്കുന്നതെന്ന്. അപ്പോൾ യേശു അവിടെ പറയാണ്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ അത് ലഭിച്ചിട്ടില്ല എന്ന് അല്ലേ? എന്നിട്ട് പറയാണ്, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുത്തു കളയും അല്ലേ? അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചേക്കണേ. പിന്നെ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചേക്കാണ്, അതുകൊണ്ടാണ് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാം എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് എന്ന്. കർത്താവ് ശിഷ്യന്മാർക്ക് സാധാരണ പോലെ പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവർക്ക് ഉപമകളിലൂടെ സംസാരിക്കുകയും ചെയ്തപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചത് കൊണ്ടുള്ള മറുപടിയായിരുന്നു അത്. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയാനുള്ള വരം ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്കത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ കേട്ടിട്ടും കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഒക്കെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. നിങ്ങൾ ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നു എന്നും ദൈവത്തിൻ്റെ അറിവിൽ ചിന്തയിൽ നിങ്ങൾ ജനിച്ചു എന്നും ഉള്ള ഒരു കാര്യം. ഇപ്പം നിങ്ങൾക്ക് അത് പൂർത്തിയായിട്ട് മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, എന്ത് സന്തോഷമായിട്ടുള്ള കാര്യമാണല്ലേ? നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു, നമ്മുടെ ആത്മാവിനെ മുൻപേ ആബ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലേ? ഇനി എന്താണ് ആ മർമ്മങ്ങൾ? ദൈവം നിങ്ങളെ പഠിപ്പിച്ച ആ മർമ്മം എന്താണെന്ന് നോക്കാം. അത് കിടക്കുന്നത് കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 1:26 അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം, എങ്കിലും ഇപ്പോൾ അവിടുത്തെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ യഹോശുവ മെശിഹ നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലേ എന്തായിരുന്നു ആ മർമ്മം? അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് കണ്ട പള്ളികളിലും മറ്റും അനുഗ്രഹം വാങ്ങാനായിട്ട് ഓടി നടക്കുന്ന ക്രിസ്ത്യാനി, നീ എന്ത് മണ്ടനാണെന്നും ചിന്തിച്ചു നോക്കി. കർത്താവ് നമ്മളോട് എന്താ പറഞ്ഞേ? കഥകടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് സംസാരിക്കേ എന്ന് പറഞ്ഞാലും
ക്രിസ്ത്യാനിക്ക് അതൊന്നും മനസ്സിലാവാണ്ട് അനുഗ്രഹങ്ങൾ തേടി പല പല പള്ളികൾ തേടി ഓടുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ മർമ്മം എന്താണ്? അതായത് അവിടുത്തെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത മർമ്മം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ യഹോശുവ മെശിഹ നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പം നമ്മിൽ തന്നെയുള്ള ദൈവത്തിനെയാണ് ഈ ഓടി നടന്ന് അന്വേഷിക്കുന്നത്. കസ്തൂരി അന്വേഷിക്കുന്ന ആ കസ്തൂരിമാൻ്റെ കഥ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞോളും. പക്ഷെ ഇതൊക്കെ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകില്ല. ഇനി നിങ്ങളെ ഇപ്പോൾ എന്താ പറയുക, ഞങ്ങളിതൊക്കെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങളെ മണ്ടന്മാരെന്നാണ് മുദ്ര കുത്തുന്നത് അല്ലേ? പക്ഷേ നിങ്ങളാണ് ശരിക്കും മണ്ടന്മാർ. കർത്താവിന് ആർക്കും വേണ്ടാത്ത ഞങ്ങളെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മർമ്മങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാത്തതും. ഇത് എല്ലാവരും അറിയും കേട്ടോ. കർത്താവ് നമ്മുടെ ആപ വരുന്നതിന് മുൻപ് ഒട്ടുമിക്ക ആൾക്കാരും ഇത് എങ്ങനെയെങ്കിലുമൊക്കെ അറിയും, ആരിലൂടെയെങ്കിലും. പക്ഷേ മിക്കവരും തള്ളിക്കളഞ്ഞ് സാത്താൻ്റെ വഴിയെ പോവുകയാണ്. പക്ഷേ ഈ മർമ്മങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, ഒരു സ്പാർക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥമാണ് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർക്ക് മനസ്സിലാകാത്തതിനും നിങ്ങൾക്കത് മനസ്സിലാകുന്നതിനും കാരണവും ഇത് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ദൈവത്തിൻ്റെ അറിവിൽ നമ്മൾ അന്ന് ജനിച്ചു. ഇസ്രായേൽ ദൈവത്തിൻ്റെ ഹിതമായി ഉണ്ടായതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ അറിവിൽ ജനിച്ചു. അപ്പം നിന്നെ രക്ഷിക്കാനായിട്ട് ചിന്തയിൽ ജനിച്ച നിന്നെ കർത്താവ് കണ്ടു. ഒരു നിമിഷം കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവസാനം വരെ കർത്താവ് കണ്ടു അല്ലേ? അപ്പോൾ സാത്താൻ ഇങ്ങനെ വഴിതെറ്റിക്കുന്നതും കൂട്ടത്തോടു കൂടി എല്ലാവരും നരകത്തിലോട്ട് പോകാൻ പോകുന്നതും എല്ലാം കണ്ട് കർത്താവ് ദൈവത്തിൻ്റെ ഹിതമായി ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് ദൈവം യേശുവ എന്ന ഒരു മനുഷ്യനായി, യഹൂദനായ മനുഷ്യനായി വരാൻ പദ്ധതിയിട്ട് ആ പദ്ധതി പ്രകാരം അവിടുന്ന് വന്നു. അപ്പോൾ നിന്നെ രക്ഷിക്കാനുള്ള ആ കർത്താവിൻ്റെ ആ ഉദ്യമം, ആ നിന്റെ ആത്മാവിൻ്റെ വില നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് വ്യക്തമായിട്ട് അറിയണം. ദൈവം, നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ദൈവത്തിൻ്റെ വല്ലഭത്വം നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്, നമുക്ക് താങ്ങാൻ സാധിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ദൈവം തൻ്റെ വല്ലഭത്വം മാറ്റി നിന്നിലേക്ക് ഇറങ്ങി വന്നു എങ്കിൽ നിന്നെ ദൈവം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നോക്കിയേ. നീയാണ് ദൈവത്തിൽ നിന്ന് അകന്ന്, ഇത്രയൊക്കെ നിന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടും ദൈവത്തിൽ നിന്ന് അകന്ന് കണ്ട വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുവാനായിട്ട് നിങ്ങൾ വെമ്പുന്നത്. അപ്പോൾ ദൈവം എന്തോരം വിഷമിക്കുന്നുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കണ്ണ് തുറക്ക്, ചിന്തിക്ക്, അന്വേഷിക്ക്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ? ആ വാക്യങ്ങളൊക്കെ ഒന്ന് ബൈബിളിൽ പോയിട്ട് അന്വേഷിക്ക്. എന്താ ബൈബിളിൽ പറയുന്നേ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ അല്ലേ? അങ്ങനെയാ പറയുന്നേ. അങ്ങനെ ദൈവം സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുകയാണല്ലേ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന് ആയിരിക്കണം, നിങ്ങൾ ബുദ്ധിമാനാകണം. അപ്പോഴേ ഈ വെളിപാടുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. വെളിപാട് ജ്ഞാനവും, നിങ്ങൾ വെളിപാടെന്നും കേട്ടിട്ടുണ്ടാവും, ജ്ഞാനവും കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്കറിയുമോ? അതായത് ജ്ഞാനം എന്നാൽ ഡയറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അത് മിക്കവർക്കും അത് വിചാരിച്ചാൽ ആ ജ്ഞാനം കിട്ടും ചെയ്യും. അവർ കുറച്ച് കഷ്ടപ്പെട്ട് ആ ജ്ഞാനം മനസ്സിലാക്കണം എന്ന് കരുതി പഠിച്ച് അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ വെളിപാട് അത് അങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അത് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും കിടക്കുക. പല പല സ്ഥലത്ത് പല ക്ലൂകൾ തന്ന് അവിടെ എവിടെയൊക്കെ ആയിട്ടായിരിക്കും അത് കിടക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമില്ലാതെ ആ വെളിപാട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതിനാണ് ഞാൻ എപ്പോഴും പറയാറ്, അൺകോൺഷ്യസ് മൈൻഡ് കാത്തു സൂക്ഷിക്കണം എന്ന്. ഈ മർമ്മങ്ങൾ ബൈബിളിൽ പലയിടത്തും ആയിട്ടായിട്ട് കിടക്കുന്നത് അല്ലെ, പല സ്ഥലത്തായിട്ടായിരിക്കും. അത് ഓരോന്നും അവിടെ നിന്നും പെറുക്കിയെടുത്ത് കണക്ട് ചെയ്തെടുക്കണം അല്ലേ. ആ കണക്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് വലിയ ഓരോ നിധികൾ കിട്ടുന്നത്.
അങ്ങനത്തെ ഒരു നിധികൾ കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് അത് കിട്ടുമ്പോൾ ഭയങ്കര അത്ഭുതവും സന്തോഷവും. ഇങ്ങനെയായിരുന്നോ, അപ്പോൾ ഇത്ര നാൾ നമ്മൾ പഠിപ്പിച്ചത് ഇങ്ങനെയല്ലല്ലോ. അപ്പം അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമൊക്കെ അല്ലേ, അതൊരു നിധിയായിട്ട് തന്നെ തോന്നുന്നത് ഞങ്ങൾക്കൊക്കെ. പക്ഷെ ഈ നിധിയെ കൊണ്ട് കൊടുക്കുമ്പോൾ കേട്ടതിന് ശേഷം അത് ശരിയാണല്ലോ, അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണല്ലോ, അവർക്കതിൽ പ്രത്യേകത അത്ഭുതം തോന്നുന്നില്ല. അത് കഴിഞ്ഞാൽ അവരവരെ വഴിക്ക് തന്നെ പോകുന്നു. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ നിധി എന്ന് പറയുന്ന ദൈവ സമ്മാനമാണ്. നമ്മുടെ ആത്മാക്കളെ ദൈവം മുന്നമേ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ലോകസ്ഥാപനത്തിന് മുൻപേ ആ ആത്മാവിന് ഒരു ശരീരം നൽകുക മാത്രമാണ് ഇന്ന് ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ ദൈവം വിളിക്കുമ്പോൾ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ച്, അത് ചീഞ്ഞ് പുഴുത്തു പോകുന്ന ആ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ തിരിച്ചു പോകും. പിന്നീട് നമ്മൾ ആബയുടെ കൂടെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്കൊരു പുതിയ ശരീരം കിട്ടുന്നത്. അതിനെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലേ, ആത്മാവ്, ശരീരം, ജീവനുള്ള വേറെ ശരീരം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എത്രയോ വിലപ്പെട്ടതാണ് എന്ന്. മനസ്സിലായോ? വിലപ്പെട്ട ആത്മാവാണ് നിങ്ങളെ മുൻപേ ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദൈവം പറയുന്നില്ലേ, നിന്റെ തലമുടി നാര് പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നീ നീ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. ഇത് കർത്താവ് നുണ പറയുന്നതല്ല, ഇതൊക്കെ സത്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോരം സന്തോഷം തോന്നുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല. എനിക്ക് അതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതിന് ആബയോട് തോതാ പറയണം, നമ്മളെ തിരഞ്ഞെടുത്തല്ലോ ആബ, ഒരു യോഗ്യതയില്ലാഞ്ഞിട്ടും ഈ മനുഷ്യർ നമ്മളെ അവഗണിച്ച് മണ്ടനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്നവരായിരുന്നു നമ്മൾ. ഏത് കാര്യത്തിലായാലും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും, കഴിവുകളുടെ കാര്യത്തിലായാലും, എല്ലാത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ പുറകിൽ നിൽക്കുന്ന നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തു. അവരുപേക്ഷിച്ച ആ കല്ല് മൂലക്കല്ലായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത് പ്രഷ്യസായിട്ട് എടുത്തു വെച്ചു. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിനുള്ളിലെ ആത്മാവിൻ്റെ വില നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി നോക്കി. അപ്പോൾ നമ്മളീ പറയുന്ന മർമ്മങ്ങളൊക്കെ മനസ്സിലാക്കുന്നവർക്ക് സന്തോഷിക്കാം, ഞങ്ങളെ ആബ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മുൻപ് എന്ന്. ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. അത് ദൈവം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കും. അപ്പോൾ ഞാൻ നിർത്താണ്. എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോതാ റബ്ബ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഹീബ്രു വേർഡ് വെളിപാട്. അപ്പോൾ അതിനെ പറയുന്നത് ഗസോൺ എന്നാണ് അതിൻ്റെ ഉച്ചാരണം. അതിൻ്റെ സ്പെല്ലിങ് CHAZON. അതിൻ്റെ അർത്ഥം ദർശനം, ദൈവദർശനം എന്നാണ് അതിൻ്റെ അർത്ഥം. ദർശനം, ഗസോൺ. അപ്പോൾ നിർത്താണ്. എന്നെ കേട്ട എല്ലാവർക്കും തോതാ റബ്ബ. തോതാ ശബാത് ശലം.